ഹലോ ചെക്ക് കുറച്ച് ഹലോ ഹലോ ഓക്കെ. ഈ മഹാസദസ്സിലേക്ക് നിങ്ങളുടെ ഏവരെയും ശ്രദ്ധയെ ചില ശബ്ദങ്ങളിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു സിനിമയ്ക്ക് ആദ്യം കേൾക്കുന്ന ശബ്ദം, റേഡിയോയിലൂടെ ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ കേൾക്കാൻ 1000 ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ശ്രീ ഗോപൻ സാറിനെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നു. യാച്ചു, ഈയിടെയായി നിന്നെ നെൽപ്പാടത്തേക്ക് കാണുന്നേ ഇല്ലല്ലോ. ഗോപാല, ഞാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം അടിയിച്ചൊരുക്കിയിരിക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങുവാൻ പോയതാണോ ഞാൻ? ഓഹോ, അങ്ങനെയോ? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഗോപാല, ടോൾ ഫ്രീ നമ്പറായ 128700 എന്ന നമ്പർ ഡയൽ ചെയ്യൂ. ഹോ, ഇത് വളരെ പാടുള്ള കാര്യമല്ലേ ഗോപാല? ഇത് തികച്ചും സൗജന്യമാണ്. അടുത്തതായി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ തീരാ നഷ്ടവുമായ ശ്രീ ഉമ്മൻചാണ്ടി സാർ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് നടക്കാം. അതായത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ നേഴ്സിംഗ് കുട്ടികളുടെ ഗ്രാജുവേഷനും പിന്നെ കോളേജ് ഡേ സെലിബ്രേഷന് വേണ്ടിയാണ്. എന്നെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾക്ക് വളരെ അധികം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് ഇതേ സെയിം ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു നോക്കാം. അതായത് SNDP സഹകാരികൾ നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ നേഴ്സ് കുട്ടികളുടെ ഗ്രാജുവേഷനും പിന്നെ അവരുടെ കോളേജിൻ്റെ സെലിബ്രേഷനും വേണ്ടിയാണ്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയ ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. പിന്നെ ഇവിടെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ വെച്ചാൽ നല്ലതായിരിക്കും. ലൈറ്റ് ഓപ്പറേറ്ററുടെ ഈ മഞ്ഞ ബൾബ് ഭയങ്കര രസമായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് 3 തരത്തിലുള്ള കുതിരക്കുളമ്പടി ശബ്ദങ്ങളിലേക്ക് പോകാം. ആദ്യമായി പഴയ സിനിമയിലെ കുതിരക്കുളമ്പടി എങ്ങനെയാണ് നമുക്ക് നോക്കാം. പഴയ സിനിമ ആർക്കും കാണാൻ താല്പര്യമില്ല. കാരണം എന്താ, ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അവരപ്പം നേരെ പോയി ഹിന്ദി പടത്തിലേക്ക്, നല്ല പാട്ടൊക്കെ ഉള്ള. അപ്പോൾ ഹിന്ദി പടത്തിലെ കുതിരക്കുളമ്പടി കുറച്ചുകൂടെ വ്യത്യാസമാണ്. നമുക്ക് നോക്കാം. അടുത്തതായി ഹിന്ദി പടവും ആർക്കും വേണ്ട, എല്ലാവർക്കും വെടിവെപ്പ് മതി. വെടിവെപ്പ് എവിടെ ഉള്ളത്? നമുക്ക് ഇംഗ്ലീഷ് പടത്തിൽ മാത്രം. ഇംഗ്ലീഷ് പടത്തിലെ കുതിരക്കുളമ്പടി ഒരു മതി, വെടിവെപ്പ് സൗണ്ടാണ്. നമുക്ക് അവരുടെ കുതിരക്കുളമ്പടി ശബ്ദം നോക്കാം. അടുത്തതായി നമ്മുടെ ഇടയിലൂടെ ഒരു ഹെലികോപ്റ്റർ പറന്നു പോയി എങ്ങനെ നോക്കാം. അടുത്തതായി നമ്മുടെ ഇടയിലൂടെ ഒരു റേസിംഗ് കാർ പാഞ്ഞു പോയ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം.
അടുത്തതായി 1980s പ്രമുഖ നടനായ ശ്രീ സത്യമാഷ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അമ്മേ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, 4 years. ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമുണ്ടായില്ല. ആയിടെ ഞാൻ ഒരു സിനിമയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ മുറ്റം നിറയെ കുട്ടികൾ. അമ്മേ, സുനന്ദ തെറ്റുകാരിയാണോ അമ്മേ? അമ്മേ. അടുത്തതായി നമ്മൾ കടത്തിരുത്ത് നമുക്ക് പോകാം. കടത്തിരുത്ത് പോകുമ്പോൾ നമ്മുടെ ഇടയിലൂടെ ഒരു കാറ്റ് വീശിപ്പോയാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അമരക്രന്തോണി, ആമേൻ, വെള്ളിമൂങ്ങ എന്നീ ചലച്ചിത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ശശി കലിംഗയാണ് അടുത്തതായി നമ്മുടെ മുന്നിലേക്ക്. ഈ ഷർട്ടോ, നിന്നോട് ഞാൻ പച്ചക്കോളറി ചുമന്ന് മുട്ടുപിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനല്ലേ പറഞ്ഞേ? കർത്താവേ, വാമച്ചൻ ചത്തു. അടുത്തതായി നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ജാനകി അമ്മയുടെ വോയിസിലൊരു പാട്ട് നമുക്ക് നോക്കാം. நான் போன பின்பும் நீ வாழ வேண்டும், எந்த மூச்சு உனக்குள்ள உண்டு, வானெங்கும் வானம் பூவெல்லும் வாசம், நான் வாழும் உலகில் தெய்வங்களுண்டு, நீயே பெருமையில்லை உந்தன் தந்தை பேர் சொல்லும் பிள்ளை, ஊரும் பிறந்தாலே கலங்காத என் கண்ணு, உலகில் விளையாட എൻ കണ്ണേ. ഇതോടുകൂടി എൻ്റെ എളിയ മെമ്പ്രി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.